ഹലോ ഫ്രണ്ട്സ്, ഓട്ടോഡെസ്ക് റിവിറ്റ് ആർക്കിടെക്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു കർവ്ഡ് വോളിൽ ഒരു വിൻഡോ കൊടുക്കാം അല്ലെങ്കിൽ ഡോറ് കൊടുക്കാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഞാൻ വോൾ വരയ്ക്കുകയാണ്. വോൾ സെലക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് പ്രോപ്പർട്ടി 200 തന്നെ ഫിൽഡ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. ദെൻ ആർക്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വോൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കർവ്ഡായിട്ട് ഞാനൊരു വോൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് 3Dയിൽ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ റിയലിസ്റ്റിക്കിലിട്ടു. ദെൻ ഇതാണ് നമ്മുടെ കർവ്ഡ് വോൾ. നമുക്ക് ഈ കർവ്ഡ് വോളിൽ എങ്ങനെ വിൻഡോ കൊടുക്കാൻ നോക്കാം. നോർമലി നമ്മളൊരു വിൻഡോ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ വിൻഡോയിൽ ചെന്നു. അവിടുന്ന് ഒരു ഈ വിൻഡോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യാണ്. പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് ഒരു ഇതിലല്ല ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ വിൻഡോ ഇവിടെ സ്പേസിങ് ഇല്ലേ, സ്പേസിങ് കറക്റ്റായിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്. കറക്റ്റ് സ്ട്രെയിറ്റിലാണ് നമ്മുടെ വിൻഡോ വന്നിട്ടുള്ളത്. സോ നമുക്ക് കർവ്ഡ്, അതായത് ഒരു കർവ്ഡ്, ഈ കർവിൽ തന്നെ വിൻഡോ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നോർമൽ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ടോപ്പ് വ്യൂ എടുത്തിട്ട് നമുക്ക് വയർ ഫ്രെയിമിലൊന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ വിൻഡോ സ്ട്രെയിറ്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ വിൻഡോ വോൾ പോയേക്കുന്ന ഒരു കർവിഡിലാണ്. അപ്പോൾ ഈ കർവിൽ തന്നെ എങ്ങനെ കൊടുക്കാൻ നമുക്ക് നോക്കാം. ഈ കർവിഡായിട്ടുള്ള വോളിൽ നമുക്കൊരു വിൻഡോ അല്ലെങ്കിൽ ഡോർ കൊടുക്കണം എങ്കിൽ നമ്മൾ കസ്റ്റം ഒരു വിൻഡോ അല്ലെങ്കിൽ ഡോർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഈ അളവിൽ തന്നെ, ഈ ആംഗിളിൽ തന്നെ നമുക്കൊരു വിൻഡോ അല്ലെങ്കിൽ ഡോർ ക്രിയേറ്റ് ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് സൈസിലാണോ വിൻഡോ വേണ്ടത് അല്ലെങ്കിൽ ഏത് സൈസിലാണോ ഡോറ് വേണ്ടത് ആ സൈസിൽ നിങ്ങളുടെ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ആർക്കിടെക്ചറിൽ വോൾ ഓപ്പണിംഗ്, നമ്മൾ ഓപ്പണിങ്ങിൻ്റെ കാര്യത്തിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഐക്കൺ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണുക. ഞാൻ വോൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഓപ്പണിങ്ങിനകത്ത് വോൾ ക്ലിക്ക് ചെയ്തു. ദെൻ ഏത് വോളാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ വോൾ സെലക്ട് ചെയ്തു. ദെൻ എവിടെയെങ്കിലും നിങ്ങളുടെ വോളിൻ്റെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൗസ് പോയിൻ്റർ മാറ്റിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ വരും ഏത് സൈസിലാണ് വേണ്ടത്. ഞാനിപ്പോൾ വെറുതെ ഇത്രയും ഓപ്പണിംഗ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്തു 2 പ്രാവശ്യം. ദെൻ നിങ്ങളുടെ മൗസ് പോയിൻ്റർ ഈ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുമ്പം ആ ഓപ്പണിംഗ് മാത്രം നമ്മുടെ വോൾ ഫുള്ളായിട്ടല്ല, ജസ്റ്റ് ആ ഓപ്പണിംഗ് മാത്രം സെലക്ട് ആവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ. നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് വെളിയിൽ നിന്ന് പ്രസ് ചെയ്താൽ നമുക്ക് അവിടെ ഓപ്പണിംഗ് ക്രിയേറ്റ് ആയി കിട്ടും. കറക്റ്റ് നമ്മുടെ ആ കർവിൽ തന്നെ ഓപ്പണിംഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ നമുക്കിനി ഫ്രെയിം കൊടുക്കണം, അതായത് നമ്മുടെ ഈ വിൻഡോയുടെ ഫ്രെയിം കൊടുക്കണം. ഓക്കെ, ആ വിൻഡോയുടെ ഫ്രെയിമൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഗ്ലാസും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് അല്ലേ, അതായത് വോൾ ഓപ്പണിംഗ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് CP യൂസ് ചെയ്ത്, അതായത് ആർക്കിടെക്ചറിൽ കമ്പോണൻസ് മോഡൽ ഇൻ പ്ലേസ് സെലക്ട് ചെയ്തിട്ട് താഴെ വരിക. അവിടെ വിൻഡോ, ഞാനിപ്പോൾ വിൻഡോ ആണ് കൊടുക്കുന്നത്. ഡോർ ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് ഡോർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ വിൻഡോ ആണ് കൊടുക്കുന്നത്. സോ വിൻഡോ സെലക്ട് ചെയ്തു. ദെൻ ഓക്കെ കൊടുത്തു. ഒരു പേര് വിൻഡോ 1. ഓക്കെ, അത് തന്നെ കൊടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ മോഡൽ ഇൻ പ്ലേസ് ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുള്ള ടൂൾസ് തന്നെയാണ്. സോ നമുക്കിവിടെ CP യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. അതായത് നമുക്ക് CP യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ ചുറ്റും ഒരു ഫ്രെയിം പോലെ വരും. പക്ഷേ നമ്മളിപ്പോൾ ഒരു വോളിൽ ഓപ്പണിംഗ് കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻ വരില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ട്രൂഷനാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ ടോപ്പ് വ്യൂവിൽ വന്നു. ഇത് വയർ ഫ്രെയിം ആക്കി കൊടുത്തു, കാരണം നമുക്ക് ഈ വിൻഡോ കാണാൻ പറ്റും അതിൻ്റെ എൻഡിങ്സ്. ഓക്കെ, ദെൻ എക്സ്ട്രൂഷൻ ക്ലിക്ക് ചെയ്തു. എക്സ്ട്രൂഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പിക്ക് ലൈൻ ചൂസ് ചെയ്തിട്ട് ഈ എൻസ്, നമ്മൾ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. സോ ഈ എൻസ് ക്ലിക്ക് ചെയ്തു, അത് സെലക്ട് ചെയ്തു. ദെൻ ടിക്ക് കൊടുത്തു. ഫിനിഷ് മോഡൽ കൊടുത്താൽ എവിടെ 3D സൗത്ത് എലിവേഷൻ നോക്കാം. സൗത്ത് എലിവേഷൻ നിങ്ങൾക്ക് കാണാം, താഴെ നമ്മുടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് മുകളിലേക്ക് ആക്കി. നമുക്കിപ്പം നമ്മുടെ വിൻഡോയ്ക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇത്ര ഞാൻ ഫ്രെയിം കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് കോപ്പി ചെയ്ത് മുകളിലേക്കും വെക്കാം. ജസ്റ്റ് കോപ്പി സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ അവിടെയും പ്ലേസ് ചെയ്തു. നമുക്ക് 3Dയിലൊന്ന് നോക്കാം.
ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ 2 ഫ്രെയിം ഇതും ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതിനെ വയർ ഫ്രെയിമിലേക്ക് മാറ്റി ടോപ്പ് വ്യൂ ഓപ്പൺ ചെയ്തു. സോ നമുക്ക് ഈ 2 എൻഡുമാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ വീണ്ടും ആർക്കിടെക്ചറിൽ കമ്പോണൻസ്, മോഡൽ ഇൻ പ്ലേസ്, വിൻഡോ കൊടുത്തു. ദെൻ എക്സ്ട്രൂഷൻ ക്ലിക്ക് ചെയ്തു. പിക്ക് ലൈൻ ചൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇതും ഈ 3 ഞാൻ സെലക്ട് ചെയ്തു. ഞാനത് 10 സെൻറ്റിമീറ്റർ കൊടുത്തു. 10 സെൻറ്റിമീറ്റർ കൊടുത്ത് ഇവിടുന്ന് ഒരു ഓഫ് സെറ്റ് ഇങ്ങോട്ട് ഇട്ടു. ദെൻ ഫില്ലറ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കിപ്പം ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ദെൻ ടിക്ക് ചെയ്താൽ ഫിനിഷ് മോഡലും കൊടുത്തു. ഓക്കെ, നമുക്കിപ്പം ഈ ഒരു ഫ്രെയിം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും വേണം. അത് സിമ്പിളായിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു. നമ്മുടെ ഡ്രോ ആക്സിസ് എടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് സെൻറ്റർ കൊടുത്തു. ഓക്കെ, റൈറ്റ് സൈഡിലും വന്നിട്ടുണ്ട്. നമുക്ക് 3Dയിൽ നോക്കാം. താഴെ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഇത് 3Dയിലേക്ക് മാറ്റി, റിയലിസ്റ്റിക്കിലേക്ക് മാറ്റി. ദെൻ ഇത് സെലക്ട് ചെയ്തു. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് സെയിം അതുപോലെ തന്നെ ഇവിടെ. ഓക്കെ, ഇപ്പം നമുക്ക് ഫ്രെയിം ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഫ്രെയിം വരയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരിട്ട് ഗ്ലാസ് കൊടുക്കുകയാണ്. അപ്പം ഗ്ലാസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് വയർ ഫ്രെയിമിലേക്ക് മാറ്റി. ദെൻ ടോപ്പ് വ്യൂവിൽ വന്നു. അപ്പം നമുക്ക് നമ്മുടെ വിൻഡോയുടെ ആ ഷേപ്പ് കാണാൻ പറ്റും. ദെൻ ആർക്കിടെക്ചറിൽ വന്നു, കമ്പോണൻസ്, മോഡൽ ഇൻ പ്ലേസ്. അവിടെ നിന്ന് തന്നെ ഞാൻ വിൻഡോ തന്നെ സെലക്ട് ചെയ്യുകയാണ്. ദെൻ ഓക്കെ കൊടുത്തു. ദെൻ എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്തിട്ട് പിക്ക് എ ലൈൻ. ഒരു ഓഫ് സെറ്റ് ഞാൻ 20 സെൻറ്റിമീറ്ററിൻ്റെ വാളാണ്. ഞാനപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് എടുത്തു. അല്ലെങ്കിൽ 9 കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ഞാൻ നടുക്കേക്ക് ഓഫ് സെറ്റ് ചെയ്തു. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊരു തിൻ ലൈനായിട്ടല്ല ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ പേടിക്കേണ്ട. മുകളിൽ തിൻ ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തിൻ ലൈനായിട്ട് കിട്ടും. ഞാൻ വീണ്ടും ഒരു ഓഫ് സെറ്റ് എടുക്കുകയാണ് 1 സെൻറ്റിമീറ്ററിൻ്റെ. ഓക്കെ, ഞാൻ ഇവിടേക്ക് ഒരു 1 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പാനലാണ്. ഓക്കെ, സോ ഞാൻ ഈ എൻഡിലും എനിക്കൊരു ഓഫ് സെറ്റ് വേണം. സോ ഞാൻ 0 കൊടുത്തു. ഈ ലൈൻ പിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ലൈനും പിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ട്രിം എടുത്തു. ഇത് ക്ലോസ് ചെയ്യാണ്. 2 എൻഡും അങ്ങനെ ക്ലോസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഗ്ലേസിങ്, ഞാൻ ഇപ്പോൾ ഗ്ലാസ് ആണ്. ഇപ്പോൾ ഗ്ലാസ് വിൻഡോ ഗ്ലേസിങ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കർട്ടൻ വാളിൻ്റെ ഗ്ലേസിങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാൻ ഇത് സെലക്ട് ചെയ്തു. ദെൻ റെൻഡർ അപ്പിയറൻസ് കൊടുത്തു. അപ്പിയറൻസിൽ വന്നു. കളറ് ഒരു ബ്ലൂ. ദെൻ അപ്ലൈ എടുത്തു. ഓക്കെ കൊടുക്കുക. ദെൻ ഫിനിഷ് മോഡൽ കൊടുക്കുക. ഓക്കെ, നമ്മുടെ വിൻഡോ ഇപ്പം വിൻഡോയുടെ പാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. തൊട്ട് താഴെ ഞാൻ സൗത്ത് എലിവേഷനിൽ ചെന്നു. നമ്മുടെ പാനൽ എവിടെ? നമ്മുടെ പാനൽ ഇവിടെ ഉണ്ട്. നമ്മുടെ പാനലാണിത്. ജസ്റ്റ് ഞാൻ ബാക്ക് വ്യൂവിൽ വന്നു. പാനൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് ചെന്നു. പാനൽ അവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് 3Dയിൽ അത് തന്നെ 3D തന്നെയാണ്. റിയലിസ്റ്റിക്കിലേക്കൊന്ന് മാറിയാൽ നമുക്ക് നമ്മുടെ ഗ്ലാസ് പാനൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഓക്കെ, ഗ്ലാസ് പാനൽ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ആ സെലക്ഷൻ മാറ്റിയപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഗ്ലാസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ വിൻഡോ, അതായത് കറക്റ്റ് കർവിഡിൽ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വിൻഡോ ഉള്ളിലേക്ക് കയറിയിരിക്കുകയായിരുന്നു. അതായത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വിൻഡോ കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കറക്റ്റ് ആ കർവിൽ തന്നെ നമുക്ക് വിൻഡോ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എങ്ങനെ ഒരു കർവിഡ് വോളിൽ നമുക്ക് ഒരു കസ്റ്റം വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഡോറ്. നിങ്ങൾക്ക് ഇപ്പം നല്ല കുറച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഡോർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വിൻഡോയിലൊരു ഇതിനകത്ത് വേറെ ഫ്രെയിം ഒന്നും കൊടുത്തില്ല. ജസ്റ്റ് എൻഡ് മാത്രം ഫ്രെയിം കൊടുത്തു, നടുക്കൊന്നും ഫ്രെയിം കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രൂഷൻ തന്നെ യൂസ് ചെയ്തിട്ട് ഇവിടെ വേറെ ഫ്രെയിം കൊടുക്കാം, കുറച്ചുകൂടെ മോഡേണൊക്കെ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.